തൃശൂർ കയ്പമംഗലം കമ്പനിക്കടവ് ബീച്ചിൽ കടലാമകൾ വ്യാപകമായി ചത്തടിയുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഈ ഉരക വർഗജീവികൾക്ക് വിനയാകുന്നത് മനുഷ്യരുടെ ഇടപെടലുകളും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനവുമാണ്. ഇക്കഴിഞ്ഞ 2 മാസത്തിനിടെ 10ഓളം കടലാമകളാണ് ഇവിടെ ചത്ത് കരയ്ക്കടിഞ്ഞത്. നവംബർ മുതൽ മാർച്ച് വരെ ഇവയുടെ പ്രജനന കാലമാണ്. മുട്ടയിടാനായി മാത്രം കരയിലേക്ക് വരുന്ന ജീവിയാണ് കടലാമ. ഇതിനായി രാത്രികാലങ്ങളിൽ സുരക്ഷിതമായ ഇടം തേടി കരയോട് ചേർന്ന് സഞ്ചരിക്കുന്ന കടലാമകൾ അപകടത്തിൽപ്പെട്ടാണ് പലപ്പോഴും ചാവുന്നത്. ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും മറ്റും യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേൽക്കുന്ന കടലാമകൾ ദിവസങ്ങൾക്കകം ചത്ത് കരയ്ക്കടിയുകയാണ്. കടലിലെ അശാസ്ത്രീയ മീൻപിടുത്തവും പലപ്പോഴും ഇവയ്ക്ക് വിനയാകുന്നുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഒരു 2 ആഴ്ച മുന്നേ ഒരു വലിയ 10-30 കിലോ ഉണ്ടാവും ഒരു ആമ അടിഞ്ഞിട്ട് ഞാനാണ് ഇവിടുന്ന് തള്ളി ചുക്കാത്തോണ്ട് തള്ളി അപ്പുറത്ത് കിട്ടത്. എന്നിട്ട് അത് ഇവിടുന്ന് പോയി. 2 മാസമായിട്ട് ഇത് സ്ഥിരം ഇവിടെ 1-2 അടിയിലുണ്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴുക്കാർക്ക് വേണ്ടിയായിട്ടാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. ഈ കണവ പിടിക്കാൻ വേണ്ടിയായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഞങ്ങൾക്കും ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ഈ രാത്രി 3-3:30-4 മണിക്ക് ഇവിടുന്ന് വഞ്ചിയള്ളിപ്പോൾ നമ്മളിത് കാണൂല. ഇത് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ പിള്ളേരുടെ ഉള്ളിൽ ഈ വെക്കാൻ നൂലും മറ്റേ ടാങ്കീസ് എല്ലാം കൂടിയായിട്ട് ഇതിൽ പെടുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അന്നത്തെ പണി പോയി. തെങ്ങിന്റെ കൊഴിഞ്ചിലുകളും പ്ലാസ്റ്റിക് വസ്തുക്കളും ടാങ്കീസ് ഉപയോഗിച്ച് ചേർത്ത് കെട്ടി കടലിൽ നിക്ഷേപിച്ച് നടത്തുന്ന കണവ പിടുത്തം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് തീരത്തടിഞ്ഞ് കടപ്പുറത്ത് പ്ലാസ്റ്റിക് മാലിന്യം കൂടാനും ഇടയാക്കുന്നുണ്ട്. മറ്റു ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഇത്തരം മീൻപിടുത്തങ്ങൾക്ക് നിരോധനമുണ്ടെങ്കിലും പരിശോധനകളൊന്നും നടക്കാറില്ല. ഒലീവ് റിഡ്ലി എന്ന ഇനത്തിൽപ്പെട്ട കടലാമകളാണ് ഈ മേഖലകളിൽ കൂടുതലായും കാണുന്നത്. കരയിൽ മടങ്ങുന്ന കടലാമകളുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമാണ് സംരക്ഷകരാവാറുള്ളത്. 50 ദിവസത്തിലധികം എടുത്താണ് മുട്ടകൾ വിരിയുക. കഴിഞ്ഞ ദിവസം കമ്പനിക്കടവിൽ 100ഓളം കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത്. ഇതേ സ്ഥലത്തു തന്നെയാണ് 2 മാസത്തിനിടെ 10ഓളം കടലാമകൾ ചത്തു കരയ്ക്കടിഞ്ഞതും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.